അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ പ്രതീക്ഷകൾ ഉയരുന്നതിനിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പരാമർശം ശ്രദ്ധ നേടുന്നത്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു പോയി ഒരു നല്ല കരാറിലെത്തുകയാണെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ തനിക്ക് താൽപര്യമുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇറാൻ നേതാവായി നേരിട്ട് സംസാരിക്കുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നും അത്തരമൊരു കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ അതൊരു ബഹുമതിയായി തന്നെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പ്രത്യേക ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു പ്രധാന കരാർ ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി കൂടിക്കാഴ്ച നടത്തേണ്ട സാഹചര്യം വരികയും ചെയ്താൽ അത് ഞാൻ ബഹുമതിയായി കാണുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനുമായുള്ള ചർച്ചകൾ സമാധാനപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അമേരിക്കയുടെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുകയാണെങ്കിൽ അത് പരസ്പര ബഹുമതിയോടെ ഉത്തരവാദിത്തോടെയും ആയിരിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ നേതാവിനെക്കുറിച്ചും ട്രംപ് ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചു. പലരും അദ്ദേഹത്തെ വിമർശിക്കാറുണ്ടെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ചിലർ അദ്ദേഹത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു, എന്നാൽ അതുപോലെ തന്നെ പലരും എന്നെക്കുറിച്ച് മോശമായി പറയാറുണ്ട്. അതിൽ പലതും സത്യമല്ല. അതുകൊണ്ട് ആരെയും മുൻകൂട്ടി വിലയിരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. മുജ്തബ ഖമേനി ചില മേഖലകളിൽ നല്ല പരിചയവും കഴിവുള്ള വ്യക്തിയുമായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ നേരിട്ട് സംസാരിക്കേണ്ട സാഹചര്യം വന്നാൽ അതിനെ പോസിറ്റീവായാണ് താൻ കാണുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി പല തർക്കങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച വിഷയമാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ പ്രധാന അഭിപ്രായ വ്യത്യാസം. ഇറാൻ ആണവശേഷി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഏറെക്കാലമായി ആശങ്കയുണ്ട്. അതേസമയം തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ഉള്ളതാണെന്നാണ് ഇറാന്റെ നിലപാട്. ഈ വിഷയത്തെ ചുറ്റിപ്പറ്റിയാണ് വർഷങ്ങളായി നിരവധി ചർച്ചകളും തർക്കങ്ങളും നടന്നുവരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപ് വീണ്ടും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അമേരിക്ക ആഗ്രഹിച്ചാൽ ആ ശേഖരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് തന്റെ പഴയ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നടപടിയുടെ ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് നിയന്ത്രണത്തിലാക്കാൻ കഴിയും, എന്നാൽ ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യമില്ല. അതിനുള്ള കാരണവും ഇപ്പോൾ കാണുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നുവെന്നും അമേരിക്കൻ അധികൃതർ അതിന്റെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അമേരിക്കയ്ക്ക് ആവശ്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും അവ വഴി എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ പരിശോധിക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഞങ്ങളുടെ നിരീക്ഷണ സംവിധാനങ്ങൾ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കയ്ക്ക് കർശനമായ നിലപാട് തുടരുമ്പോഴും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്ന വിശ്വാസം ട്രംപ് പ്രകടിപ്പിച്ചു. ആയതിനാൽ സമ്മർദ്ദവും ചർച്ചയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നയമാണ് അമേരിക്ക പിന്തുടരുന്നതെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. കാരണം ഈ ബന്ധത്തിലെ മാറ്റങ്ങൾ മധ്യപൂർവ്വ മേഖലയിൽ രാഷ്ട്രീയത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങൾ വിജയകരമാകുകയാണെങ്കിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അതിനൊപ്പം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കത്തിനും അത് വഴിവെച്ചിരിക്കാം. ട്രംപിന്റെ പുതിയ പ്രസ്താവനകൾ ഈ സാധ്യതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇറാൻ നേതാവുമായി നേരിട്ട് സംസാരിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ചർച്ചകൾക്ക് അമേരിക്ക ഇപ്പോഴും വാതിൽ തുറന്നു വെച്ചിരിക്കുന്നുവെന്നും സന്ദേശമാണ് പലരും വിലയിരുത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംഭാഷണവും ധാരണയും പ്രധാനമാണെന്ന നിലപാടാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ആയതിനാൽ വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കും എന്നത് ലോകം ഉറ്റുനോക്കുന്നത്. ഒരു വലിയ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിച്ചേരുമോ അതോ നിലവിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുമോ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. എന്നാൽ ഭാവിയിൽ ഇറാൻ നേതാവുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണെന്ന് ട്രംപ് പ്രസ്താവന പുതിയ ചർച്ചകൾക്ക് പുതിയ സാധ്യതകൾക്കും വഴിവെച്ചിരിക്കുകയാണെന്ന് പ്രധാന രാഷ്ട്രീയ സന്ദേശമായി മാറിയിരിക്കുകയാണ്.